ഗതാഗത മന്ത്രി CP ജോണിന്റെ അധിക്ഷേപ പരാമർശത്തിൽ പ്രതിഷേധം കേരളത്തിൽ തുടരുകയാണ്. കേരളത്തിലെ സ്ത്രീകളെ ആകെ CP ജോൺ അപമാനിച്ചു എന്നാണ് ഇടതു മുന്നണിയുടെയും BJPയുടെയും ആരോപണം പുറത്തു വന്നിരിക്കുന്നത്. മന്ത്രി മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ട പലയിടങ്ങളിലുമൊക്കെ പ്രതിഷേധങ്ങളുമൊക്കെ ഈ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു. കോൺഗ്രസിനുള്ളിലും മന്ത്രിയുടെ പരാമർശത്തിനെതിരെയുമൊക്കെ അമർഷവുമുണ്ട്. കൂടുതൽ വിശദാംശങ്ങളുമായി നമ്മളുമായി അരുൺ തന്നെയാണ് തുടരുന്നത്. ചേട്ടാ, മന്ത്രി CP ജോൺ നടത്തിയ ഈ ഒരു പരാമർശത്തിന് എതിരെ ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരുന്നു. ഒരുപാട് അമർഷമാണ് ആൾക്കാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. മാപ്പ് പറയണമെന്നുള്ള ആവശ്യവുമൊക്കെ മുൻപോട്ട് വെക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ? UDF സർക്കാരിന്റെ ഫ്ലാഗ്ഷിപ്പ് പ്രോജക്റ്റായി കൊണ്ടുവന്ന അവരുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനം ഇന്ദിരാ ഗ്യാരണ്ടിയിൽ ഉൾപ്പെടുത്തിയ 5 വാഗ്ദാനങ്ങളിൽ ഒന്ന് അതായിരുന്നു സ്ത്രീകൾക്ക് സംസ്ഥാനത്തെ KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര എന്നുള്ളത്. ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ അത് പ്രഖ്യാപിച്ചു VD സതീശൻ. വലിയ കയ്യടി നേടി 15 ദിവസത്തിനുള്ളിൽ ആ പദ്ധതി ആരംഭിക്കുകയും ചെയ്തു. അത് പൂർണ്ണമായും തെരഞ്ഞെടുപ്പിൽ വാഗ്ദാനം നൽകിയതുപോലെ എല്ലാ ബസ്സുകളിലും ആയിരുന്നില്ല, ഓർഡിനറി ബസ്സുകളിലായിരുന്നെങ്കിൽ പോലും വിപ്ലവകരമായ തീരുമാനമായിരുന്നു അത്. അതിൻ്റെ തിളക്കത്തെയാണ് ഇന്നലെ ആ വകുപ്പിൻ്റെ മന്ത്രി തന്നെ CP ജോൺ തന്നെ ഇല്ലാതാക്കിയത്. അതിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകളെ അവഹേളിക്കുന്ന പരാമർശമാണ് മന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടായത്. പിന്നീട് അദ്ദേഹം അത് തിരുത്തി പറയാൻ ശ്രമിച്ചു. ഉദ്ദേശം അതല്ല എന്ന് പറയാനൊക്കെ ശ്രമിച്ചെങ്കിലും അതുണ്ടാക്കിയ നഷ്ടം, അതുണ്ടാക്കിയ പ്രതിച്ഛായ നഷ്ടം സർക്കാരിന് ചെറുതല്ല. ഈ വിഷയം ഒരുപക്ഷേ മന്ത്രിസഭാ ചർച്ചയ്ക്ക് വന്നേക്കാം. CP ജോൺ കാര്യങ്ങൾ വിശദീകരിച്ചേക്കാം. കോൺഗ്രസിൻ്റെ നേതാക്കൾ തന്നെ KPC ജനറൽ സെക്രട്ടറി അടക്കമുള്ള ആളുകൾ ഈ ദിവസങ്ങളിൽ ഈ നിലപാടിനെതിരെ ഇന്ദിരാ പ്രിയദർശൻ്റെ പേരിലുള്ള ഈ പദ്ധതി പ്രിയദർശിനി പദ്ധതി, സൗജന്യ യാത്രാ പദ്ധതി കോൺഗ്രസ് സർക്കാരിൻ്റെ അഭിമാനമാണ്, ജനങ്ങൾക്ക് നൽകിയ ഔദാര്യമല്ല, അത് അവകാശമെന്ന നിലപാടുമായി കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തി. പ്രതിപക്ഷത്ത് LDFും BJPയും അതിശക്തമായ പ്രതിഷേധത്തിന് തയ്യാറെടുക്കുകയാണ്. ഇന്നലെയും മന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ചടക്കം നടന്നിരുന്നു. DYFI ഉൾപ്പെടെയുള്ള യുവജന സംഘടനകൾ വിഷയം ഏറ്റെടുക്കുകയാണ്. മന്ത്രി സംസ്ഥാനത്തെ സ്ത്രീകളെ അവഹേളിച്ചു, അപമാനിച്ചു. അത് ഈ ബസ് യാത്രയിൽ മാത്രമല്ല, സർക്കാർ ആശുപത്രികൾ, സർക്കാർ വളരെ അഭിമാനത്തോടുകൂടി ജനങ്ങൾക്ക് വേണ്ടി നല്ല ചികിത്സ നൽകാമെന്ന് ഉറപ്പ് നൽകിയിരുന്ന ആശുപത്രികളാണ് സംസ്ഥാന സർക്കാർ ആശുപത്രികൾ. മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ മികച്ച ചികിത്സാ സംവിധാനങ്ങളുള്ള ആശുപത്രികളാണ് നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ പോലും. അവിടെയൊക്കെ അവരുടെ ആളുകളെ തള്ളിവിടുന്നു, എന്നിട്ട് സ്വകാര്യ ആശുപത്രിയിൽ പോകാതെ സർക്കാർ ആശുപത്രി വരാന്തകളിലേക്ക് തള്ളിവിടുന്നു എന്ന പരാമർശമൊക്കെ തീർത്തും കേരളത്തെ മൊത്തത്തിൽ അവമാനിക്കുന്ന തുല്യമെന്ന വിലയിരുത്തലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ മന്ത്രിക്കെതിരെ ഇനിയും പ്രതിഷേധം ശക്തമാകും. അദ്ദേഹത്തിൻ്റെ രാജി ആവശ്യം വരെ പല കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. ഈ വിഷയവും ഇന്ന് മന്ത്രിസഭാ യോഗത്തിൻ്റെ പരിഗണനയ്ക്ക് വന്നേക്കാം. മന്ത്രിസഭയിൽ ഒരുപക്ഷെ അദ്ദേഹം തന്നെ ഇക്കാര്യങ്ങൾ വിശദീകരിച്ചേക്കാം. പൂർണ്ണമായും മന്ത്രിയെ തള്ളിപ്പറഞ്ഞ നിലപാടൊന്നും സർക്കാർ സ്വീകരിക്കാനിടയില്ല. കാരണം അത് തുടക്കത്തിൽ ഒരു കല്ലുകടിക്കിടയാക്കും. VD സതീശൻ ഏറ്റവും അധികം താല്പര്യമെടുത്താണ് CP ജോൺ എന്ന ഒരു കാലത്തും തെരഞ്ഞെടുപ്പിൽ ജയിച്ചിട്ടില്ലാത്ത ഒരു നേതാവാണ്. ദീർഘനാളത്തെ രാഷ്ട്രീയ പാരമ്പര്യമുണ്ടെങ്കിലും അദ്ദേഹത്തിന് ജനപ്രതിനിധിയാകാൻ അവസരം ലഭിച്ചതിന് പലപ്പോഴും അദ്ദേഹം പരാജയപ്പെടുകയായിരുന്നു. എന്നാൽ ഇത്തവണ അദ്ദേഹത്തെ വിജയിപ്പിക്കാവുന്ന മണ്ഡലങ്ങളിൽ മത്സരിപ്പിക്കണമെന്ന കൃത്യമായ നിലപാടോടുകൂടി VD സതീശനാണ് അദ്ദേഹത്തെ തിരുവനന്തപുരം സെൻട്രൽ പോലെ UDFന് അനായാസം ജയിച്ചു വരാൻ കഴിയുന്ന ഒരു മണ്ഡലത്തിലേക്ക് CMPക്ക് സീറ്റ് നൽകിയത്. മാത്രമല്ല, അദ്ദേഹത്തെ പ്രധാനപ്പെട്ട വകുപ്പ് നൽകി മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ ഒരു നേതാവ് തന്നെ ആ സർക്കാരിൻ്റെ അഭിമാന പദ്ധതി, കോൺഗ്രസിൻ്റെ ഫ്ലാഗ്ഷിപ്പ് പ്രോജക്റ്റിനെ തന്നെ ഇങ്ങനെ തള്ളിപ്പറഞ്ഞത് വലിയ അമർഷം കോൺഗ്രസിനുള്ളിലുണ്ട്. അക്കാര്യം മന്ത്രിസഭാ ചർച്ചയിൽ വന്നേക്കാം. CP ജോൺ തൻ്റെ നിലപാടും ആ മന്ത്രിസഭാ വിശദീകരിക്കും. അതിനുശേഷം മുഖ്യമന്ത്രി VD സതീശൻ വാർത്താ സമ്മേളനം നടത്തും. ആ വാർത്താ സമ്മേളനത്തിൽ എന്താണ് CP ജോണിൻ്റെ ഈ വിവാദ പരാമർശത്തിൽ, അവഹേളന പരാമർശത്തിൽ സർക്കാരിൻ്റെ നിലപാടെന്നത് മുഖ്യമന്ത്രി തന്നെ വിശദീകരിക്കും. ശരി, താങ്ക് യു ചേട്ടാ. VV അരുണാണ് നമ്മളുമായി കൂടുതൽ വിശദാംശങ്ങളുമായി ചേർന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.